പാചകവാതക വിതരണം ചെയ്തതിന് നിരോധനമൊന്നുമില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. നിലവിൽ പ്രതിസന്ധിയില്ല എന്ന് കൂടി പറയുന്നുണ്ടെങ്കിലും പല സംസ്ഥാനങ്ങളിലും ഇതിനകം പ്രശ്നം നേരിട്ട് കഴിഞ്ഞു. ലോക്കൽ മാർക്കറ്റിൽ സിലിണ്ടറുകൾ ലഭ്യമല്ല എന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നുണ്ട്. പാചകവാതക വിതരണ പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും രംഗത്തെത്തി. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുന്നില്ല. അടുത്തിടെ വാണിജ്യ ആവശ്യത്തിനുള്ളതിനും ഗാർഹിക ആവശ്യത്തിനുമുള്ള സിലിണ്ടറുകളുടെ നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നു. മുന്നോട്ടു പോകാൻ വയ്യാത്ത സാഹചര്യമാണെന്ന് ഹോട്ടൽ ഉടമകൾ അറിയിച്ചുവെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ ബംഗളൂരുവിൽ നിന്ന് കെ ബി ശ്രീധരൻ നൽകും. ശ്രീധരൻ, ഹോട്ടലുകൾ അടച്ചിടുന്ന സാഹചര്യത്തിലേക്ക് കടക്കുക എന്ന് പറയുമ്പോൾ അതിഗുരുതരമായ പ്രതിസന്ധിയാണ്. ഇതിനെങ്ങനെ മറികടക്കാനാണ് കർണാടക സർക്കാരിന്റെ നീക്കം? ഈ വിഷയത്തിൽ ഇപ്പോൾ ഹോട്ടൽ ഉടമകളുടെ സംഘടനയുടെ ഒരു പുതിയ ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് മുഴുവൻ ഹോട്ടലുകളും അടച്ചിടാനുള്ള തീരുമാനം ഇല്ല എന്നുള്ള ഒരു പുതിയ വാർത്താക്കുറിപ്പ് അവർ പുറത്തിറക്കിയിട്ടുണ്ട്. സിലിണ്ടറുകൾ, ഗ്യാസ് സിലിണ്ടറുകൾ സ്റ്റോക്കുള്ള കടകൾ തുറന്നു പ്രവർത്തിക്കും. അല്ലാതെ പൂർണ്ണമായിട്ടും ഹോട്ടലുകൾ അടച്ചിടുന്ന ഒരു തീരുമാനം ഇല്ല എന്നുള്ള ഒരു കാര്യം അവരിപ്പോൾ പുതിയ വാർത്താക്കുറിപ്പ് പുറത്തിറക്കി അറിയിക്കുന്നുണ്ട്. എന്നാൽ പോലും ഭൂരിഭാഗം ഹോട്ടലുകളിലും സിലിണ്ടറുകൾ സ്റ്റോക്ക് ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി സംഘടന പറയുന്നുണ്ട്. നാളെയോടുകൂടി വിതരണം പുനരാരംഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉറപ്പ് എണ്ണ കമ്പനികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ഒരു പ്രതികരണമാണ് ഹോട്ടൽ ഉടമകൾ അവസാനമായി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. എന്നിരുന്നാൽ പോലും ഒരു കാര്യത്തിൽ ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് ലോക്കൽ മാർക്കറ്റിൽ സിലിണ്ടറുകളുടെ ലഭ്യത കുറവ് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന് തന്നെ ഈ അടുത്ത് 115 രൂപയോളം വർദ്ധിപ്പിക്കുകയും വാണിജ്യ സിലിണ്ടറുകൾക്ക് 115 രൂപയോളം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹോട്ടലുകൾ പ്രവർത്തിക്കാൻ വലിയ ചിലവ് അനുഭവിക്കുന്നു അല്ലെങ്കിൽ വലിയ ചിലവ് ഉണ്ടാകുന്നു എന്നുള്ള ഒരു കാര്യം കൂടി, സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടി ഉണ്ടാകുന്നു എന്നുകൂടി ബംഗളൂരുവിലെ ഹോട്ടൽ ഉടമകളുടെ സംഘടന പറയുന്നുണ്ട്. ഇതിനിടയിലാണ് മുഖ്യമന്ത്രി കൂടി ഈ വിഷയത്തിൽ ഉടമകളെ പിന്തുണച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും ബംഗളൂരുവിൽ നാളെ ഹോട്ടലുകളുടെ പ്രവർത്തനം നേരിയ തോതിലെങ്കിലും തടസ്സപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് അവസാനം അവർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിലാണ് രാജ്യത്ത് പാചകവാതക പ്രതിസന്ധി കൂടി നേരിടുന്നത്. പ്രശ്നമില്ല എന്ന് കേന്ദ്രം പറയുന്നുണ്ടെങ്കിലും ഇതുപോലെ ബംഗളൂരു ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ബംഗളൂരുവിൽ ചില ഹോട്ടലുകളെങ്കിലും അടച്ചിട്ട് പ്രതിഷേധിക്കാനാണ് നീക്കം. കാരണം വിതരണം കൃത്യമായി നടക്കുന്നില്ല. സിലിണ്ടറുകളുടെ പല ഹോട്ടലുകളിലും സിലിണ്ടറുകൾ ഇല്ല, സ്റ്റോക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായുള്ള ഒരു പ്രതിസന്ധി. കർണാടക മുഖ്യമന്ത്രിയും അതിനെതിരെ പ്രതികരിച്ചിരുന്നു.